ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ചെയ്തൊരു മെത്തേഡിൽ വന്ന ഡൗട്ടാണ്. ആ ഷോർട്ട് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇവിടെ താഴെ വെച്ചേക്കാം, നിങ്ങൾ അത് കണ്ടു നോക്കുക കണ്ടിട്ടില്ലാത്തവർ. അപ്പോൾ ഈ മെത്തേഡ് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? അപ്പോൾ നമ്മുടെ അവിടെ ഒരു ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് 8, 3, 1, 45, 60, 75. ഇവിടെ എന്താ ചെയ്ത് വെച്ചേക്കുന്നത്? ഇവിടെ വെയ്റ്റഡ് ആവറേജ് ആണ് ചെയ്ത് വെച്ചേക്കുന്നത്. വെയ്റ്റഡ് ആവറേജ്, അതായത് ഓരോന്നിൻ്റെ വെയിറ്റ് 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് 45, 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് 60 ആണെങ്കിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് 75. അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ വെയ്റ്റഡ് ആവറേജും ആവറേജ് സ്പീഡും എന്താണ്? രണ്ടും നല്ല ഡിഫറൻറ്റ് കൺസെപ്റ്റാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസിനെ നമ്മൾ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്താണോ സം ഉള്ളത്, ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഒരു വെയ്റ്റഡ് ആവറേജിനെയും ആവറേജ് സ്പീഡിനും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് ഡിഫറൻറ്റ് കൺസെപ്റ്റാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് പോയി. ഇപ്പോൾ ഇവിടെ ആ ക്വസ്റ്റിനകത്ത് ഞാൻ 1200 ഡിസ്റ്റൻസ് എടുത്തു, അതിനകത്ത് അവിടെ എടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടൂ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 1/8, 3, 1, 12നെ എന്ത് ചെയ്തു? 8 3 1 ആക്കി. എന്നിട്ട് ഇതിനകത്തിപ്പോൾ 8 യൂണിറ്റ് ഉള്ളത് നമ്മൾ നോർമലി ചെയ്യുന്ന ഏതാണ്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെയാണ്. അപ്പോൾ 8 പാർട്ട് അല്ലെങ്കിൽ 8 യൂണിറ്റ് 45% പ്രോഫിറ്റിന്, 3 പാർട്ട് 60% പ്രോഫിറ്റിന്, 1 യൂണിറ്റ് 75% പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ 8 പേരുടെ വെയിറ്റ് 45 ആണ്, 3 പേരുടെ വെയിറ്റ് 60 ആണ്, ഒരാളുടെ വെയിറ്റ് 75 ആണെങ്കിൽ ടോട്ടൽ 12 ആൾക്കാരുടെയും കൂടെ ആവറേജ് എത്ര? ഇവിടെ 8, 3, 1 എന്ന് പറയുന്നത് എന്തല്ല? ഇവരുടെ ടൈമല്ല. 8, 3, 1 ടൈമല്ല. അപ്പോൾ നമുക്ക് എന്തില്ല, ഇനി ടൈം ആയാൽ പോലും നമുക്ക് ഇവരുടെ ടോട്ടൽ ആവറേജ്, ഓരോരുത്തരുടെ ഇത്രയാണെങ്കിൽ ടോട്ടൽ എത്ര, അതാണ് വെയ്റ്റഡ് ആവറേജ്. ഇവിടെ കൺസെപ്റ്റേ വേറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റാത്തത്.